അപ്പോൾ ഞാനിന്നൊരു മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മത്തിക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു പച്ചമുളക്. ഇത് നല്ല എരിവില്ല പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. രണ്ട് തണ്ട് കറിവേപ്പില, ഒരു 4 കഷ്ണം കുടംപുളി, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച്, ഇനി ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഇതാ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഇത് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് വള്ളിയിൽ നിന്ന് കുറച്ച് ഉണങ്ങിയത് പറിച്ചിട്ട്, അധികം ഉണങ്ങിയിട്ടുണ്ടായിട്ടില്ല, പറിച്ചിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഉലുവ വേണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ബാച്ചോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മത്തിക്കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അല്ല ചോട്ടാ, അടുപ്പ് കത്തിച്ചെടുക്കാനാണ് പാട്. കാരണം രാത്രിക്ക് നല്ല മഞ്ഞ് വീഴുന്നതുകൊണ്ട് ഇതെല്ലാം നനഞ്ഞിട്ടുണ്ടാവും. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര പേരെ കത്തിച്ചെടുത്തത്. ഒരു കഷ്ടപ്പാടുമില്ല. പിന്നെ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. വെളിച്ചെണ്ണയിൽ ഇത്തിരി തണുപ്പിന് കുറച്ചിട്ടുണ്ട്. ഭയങ്കര തണുപ്പാട്ടാ. ഡിസംബർ ജനുവരി വരെ തണുപ്പുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്ത് ഇത് നന്നായി പൊട്ടി വരണം കേട്ടോ. ഇത് കുറച്ച് മുളക് കിട്ടിയത് അവിടെ ഉണക്കാൻ ഇട്ടതാണ്. ശരിക്കും ഉണങ്ങി കിട്ടിയില്ല. മുളക് മൂത്ത് വരുന്നതേ ഇല്ല, കുരുമുളക്. അപ്പോൾ അടിയിൽ കുറച്ച് മൂത്ത ഉണ്ടായിന്, അത് പറിച്ചിട്ട് പൊടിച്ചതാട്ടോ. കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇതിലേക്ക് ഇനി ചെറുള്ളി ഇട്ട് കൊടുക്കാം. വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. അനു എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുവിനെ വിളിച്ചിട്ട് വരുന്നില്ല. അനുവിനിങ്ങനെ പാചകം ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ്. ഇത് നന്നായി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. ഉള്ളി, കുഞ്ഞുള്ളി. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി കുറച്ച് മൂത്ത് വരുന്ന സമയത്ത് തക്കാളി ഇടാൻ പാടില്ല കേട്ടോ. ഇതിൽ നമുക്ക് ഉള്ളി ശരിക്കും ഒന്ന് വഴന്ന് കിട്ടില്ല. നമുക്ക് മീനിലും ചിക്കനിലും ആയാലും കുഞ്ഞുള്ളി ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാട്ടോ. ഇപ്പോൾ കപ്പക്കല്ലാണെങ്കിൽ ഈ കുഞ്ഞുള്ളിയും കാന്താരി മുളകും നിറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. പടക്കെല്ലാം പൊട്ടുന്നുണ്ടായിരുന്നു. ഇലക്ഷനെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വോട്ടെണ്ണെല്ലാം കഴിഞ്ഞല്ലേ. ഇപ്പോൾ വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ നല്ല ആഘോഷമാണ് ഇടയില്ല. ലച്ചൂട്ടാ, പടക്കം പൊട്ടുന്ന അക്ഷരം കേൾക്കുന്നില്ലേ? പോടേന്ന് പോടേ നച്ചു പറയും.
പോടേന്നല്ല പോയേന്ന്. അച്ഛൻ ലഡു കൊണ്ട് തരുന്നെല്ലാം പറയുന്നുണ്ടേ. നമുക്ക് ലഡുവും കാത്തിക്കാം അല്ലേ? അപ്പുമാമൻ ലഡു കൊണ്ട് തരുമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അപ്പുമാമനാ നമുക്കെന്താ ചെയ്യണ്ടേ? അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. നീ ചോറുണ്ടോ? ഇതാ ഇത്രയും സമയം ഇതാ ഈ 4 മണിയാവാനായി. അപ്പോൾ അവന് ചോറുണ്ടോ? ഇതാ ആ അനു അനു അച്ചൂട്ടന് വിളമ്പി കൊടുക്കുക ചോറ്. ഒരു സമയം ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പില, ഈ തണ്ട് കറിവേപ്പില അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് കറീൻ്റെ മസാലകളെല്ലാം എടുത്തിട്ട് വരാം. നമ്മൾ ഉള്ളിയും തക്കാളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അധികമായാൽ ഭയങ്കര ചുവയുണ്ടാവും കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് അമ്മ മല്ലി വാങ്ങി ഉണക്കി പൊടിച്ചെടുത്താട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവെല്ലാം വേണ്ടവർക്ക് കുറച്ച് അധികം എടുക്കുക. ഇത് നല്ല എരിവില്ല മുളകായതുകൊണ്ട് ഞാൻ എടുത്തു. അപ്പോൾ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നന്ന കുറഞ്ഞു പോയി, കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ഈ അരവെല്ലാം ചേർത്ത് മസാല മിക്സ് ഒന്ന് തിളച്ച് വരണം. ഇതൊന്ന് നന്നായി തിളച്ച് വരണം. അതിന് മുമ്പായിട്ട് നമുക്കിത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ഉപ്പൊന്ന് എടുക്കുമോ? കല്ല് പൊടിച്ച് വെച്ച്. അപ്പോൾ ഇത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അച്ഛനോടെ സംസാരിക്കുന്നതിനു പൂച്ചയോടാ. ചേട്ടനോട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ എന്നോട് ചാരോടാ. ഇപ്പം കുഞ്ഞി പൂച്ചയോടാന്ന് പറഞ്ഞു. അമ്മ അലക്കുന്നുണ്ടേ. നമുക്ക് ഇത് തിളക്കുമ്പോഴത്തേക്ക് അമ്മ അലക്കുന്നു നോക്കി തരും. ഇതിൻ്റെ മോര് ഇതാ ഒരാൾ കണ്ട മോര്
ഇതിനൊന്നിടാ എന്നാ വേണ്ടിക്കൊന്ന് നോക്കേ. അമ്മ അലക്കേന്നേ. അമ്മേ എന്നാ വേണ്ടിക്കുന്നു? അമ്മനാടഞ്ച് വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ. വേണ്ട കഴിഞ്ഞിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ മസാല എല്ലാം ചേർത്ത് നന്നായി തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുറിച്ച് കഴുകി വെച്ച മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരാ കുറച്ചല്ലേ. ഇനി നമ്മളെ മത്തിക്കറി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇയാളെ കുറേ കാലയുടെ കണ്ടിട്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. നമ്മുടെ കറിയുടെ അവസ്ഥ എന്തായി നോക്കാം. അടിപൊളി വറ്റി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ വറ്റിച്ചെടുക്കണം. കുരുമുളക് ഇഷ്ടമില്ല കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മത്തിക്കറി കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കണ്ടോ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കപ്പക്കും അപ്പത്തിനും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റിയായ കറിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, സൂപ്പർ തന്നെ.